ആദിത്യൻ ജയൻ മുഖം കരിവാളിക്കുന്നു. ഇതിനെല്ലാം കാരണം തന്റെ മദ്യപാനമാണ്. മദ്യപിക്കുന്ന ഒരാളല്ല, ഞാൻ പുറവലിക്കാറില്ല. തന്റെ മുഖം കാണുമ്പോൾ ഒരു വികൃത രൂപം. ഇതെന്താ സംഭവിച്ചെന്ന് ആൾക്കാർക്ക് ഒരു ഞെട്ടൽ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു കണ്ടത് എനിക്ക് വിഷമമുണ്ടായത്. എന്ത് വല്ലാത്തൊരു അവസ്ഥ എനിക്കുണ്ട്. സത്യം സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാറില്ല. ഏത് മക്കളെയാണ് മനസ്സിലായില്ല. അതായത് സ്വന്തം മക്കളെ ആദിത്യൻ ജയൻ എന്റെ മകനെ കോടതിയിൽ ചെന്നാലും നമുക്കവിടെ ഓഫീസൊന്നുമില്ല. നമ്മൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ കൃത്യമായിട്ട് എന്റെ മകൻ എന്റെ കൂടെയുള്ള സമയത്ത് എന്റെ മകനെയും വേറെ കുട്ടിയും ഞാൻ നന്നായി നോക്കി രക്ഷനാണ്. ഞാൻ അവർ ഓൾറെഡി കല്യാണം കഴിച്ച് ഡിവോഴ്സായ സ്ത്രീ, അതൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഉൾപ്പെടെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത്. ഒരു സമയത്ത് അത്രമേൽ അഭിനയിച്ച ഒരു വ്യക്തിയെ പൂർണ്ണമായി മാറ്റുന്നു. എന്താണ് അതിനുള്ള കാരണം? എനിക്ക് എത്ര വിഷമം എന്റെ ഫീൽഡിനകത്തുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ പർപ്പസ്ഫുള്ളി ചില ഭാഗങ്ങൾക്ക് അവർക്കൊപ്പം നിന്നോടെ ഉപദ്രവിക്കുന്നുണ്ട്. ഇല്ലെന്നും പറയാൻ പറ്റില്ല, ഉള്ളത് എന്ന് പറയാം. എനിക്ക് എത്ര സങ്കടം തോന്നുന്നത്, എനിക്ക് കിഡ്നി പോയി, ലിവർ പോയി, ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ വിളിച്ചില്ല. അത് എനിക്ക് സന്തോഷമായി. കുറെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, പ്രശ്നങ്ങളോ ചോദിച്ചു. വേറെ ഒന്നും എന്നെ അറിയാവുന്നതൊക്കെ അറിയാം. കുറച്ച് പ്രശ്നങ്ങൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുഴുകുടിയൻ മദ്യപാനം കാരണം കരൾ വരെ ഇല്ലാതായി. സ്വന്തം മക്കളെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങൾ മറ്റാരെയെ പറ്റിയുമല്ല ആളുകൾ ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ആദിത്യൻ ജയൻ മുഖം കരിവാളിക്കുന്നു, ഇരുണ്ട നിറമാകുന്നു. ഇതിനെല്ലാം കാരണം തൻ്റെ മദ്യപാനമാണ്. കർമ്മ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടും എന്ന് കമൻറ്റ് ബോക്സുകളിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഉയരുമ്പോഴും എന്താണ് സത്യാവസ്ഥയെന്ന് ആദിത്യൻ ജയനെ തന്നെ നമുക്ക് നേരിട്ട് വിളിക്കാം. ഹലോ, നമസ്കാരം ജയൻ ചേട്ടാ. ഞാൻ അജിൻ വർഗീസ് ആണ്, ആങ്കറാണ്. നമസ്കാരം. ഞാൻ വിളിച്ചത് ഒരു മുഴുകുടിയൻ മദ്യപാനം കാരണം തൻ്റെ കരൾ വരെ ഇല്ലാതായി, മക്കളെ പോലും നോക്കുന്നില്ല എന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാനാണ് ഞാൻ വിളിച്ചത്. നമ്മുടെ സീരിയൽ ടുഡേ പ്രേക്ഷകർക്കും അറിയണമെന്നുണ്ട്. ശരിക്കും എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇല്ല, എനിക്ക് ഞാൻ ശ്യാമാമ്പരം സീരിയലിലെ സമയത്ത്, ഇനി പറയാതിരിക്കേണ്ട കാര്യമില്ല, ഇത്ര ദിവസം ഞാൻ പേര് പറയാറുന്നതാണ്. ശ്യാമാമ്പരം സീരിയലിലെ സമയത്ത് ആ മേക്കപ്പ് മാന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഡേറ്റ് കഴിഞ്ഞൊരു സ്റ്റിക്ക് എടുത്ത് എന്റെ മുഖത്ത് ഉപയോഗിച്ചു. അതിന്റെ പേരിൽ സ്കിൻ കംപ്ലൈന്റ് ആയിരുന്നു. അത് ഏകദേശം ഞാൻ ട്രീറ്റ്മെന്റ് നടത്തി ഓക്കെ സമയത്ത്, ഞാൻ കഴിഞ്ഞ വർഷം ബിഗ് ബോസിന്റെ സെലക്ഷനിൽ വന്നതാണ്. ആ സമയത്ത് ലാസ്റ്റ് നിമിഷം ഞാൻ പോയിട്ട് എറണാകുളത്ത് ഒരു വീട്ടിൽ എന്റെ ഫ്രണ്ടിന് തന്നെയാണ് പോയി ഡൈ ഉപയോഗിച്ചു എന്റെ മീശയിലും താടിയിലും. അങ്ങനെ പെട്ടെന്ന് 10 മിനിറ്റിനകത്ത് ഉണ്ടായ ചൊറിച്ചിലും ഇൻഫെക്ഷനൊക്കെ ആയിപ്പോയി. ഭയങ്കരമായി പൊള്ളി എന്റെ ഫേസ്. പൊള്ളി അത്യാവശ്യം നമ്മുടെ പുരികൊക്കെ പൊഴിഞ്ഞു പോയ അവസ്ഥ ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കാലത്ത് സോണി വർക്ക് എന്ന് പറഞ്ഞ ഷിപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കണ്ടു. നല്ല ഡോക്ടറാണ്, നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ഈ അടുത്ത് സംഭവിച്ചത് ഞാൻ സൗണ്ട് കേട്ട മനസ്സിലായി, സൈനസ് നല്ല ഇൻഫെക്ഷൻ ആക്കി. അപ്പൊ അങ്ങനെ ഫേസിൽ കുറച്ച് നീർക്കെട്ടുള്ള സമയവും പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് യാത്രയിൽ ഫേസ് ഡള്ളായിരുന്നു. അങ്ങനെ ഞാൻ പോയി നിർബന്ധമായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു അവിടെ. അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നമാണ്. പക്ഷെ അതിനെ കുറെ കൂടി അവര് ഇതായിട്ട് കാണിക്കുകയും കരള് പോയത്. ഞാൻ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല, ഞാൻ പുറവലിക്കാറില്ല. അങ്ങനെ കേട്ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ ആ മുഖം കാണുമ്പോൾ തന്നെ, അതായത് ഒരു കാലത്ത് സീരിയലില് കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നടനായിരുന്നു ആദിത്യൻ ജയൻ. പക്ഷേ ഈ കഴിഞ്ഞ അഭിമുഖത്തിൽ തൻ്റെ മുഖം കാണുമ്പോൾ ഒരു വികൃത രൂപം. ഇതെന്താ സംഭവിച്ചെന്ന് ആൾക്കാർക്ക് ഒരു ഞെട്ടൽ തന്നെ ആയിരുന്നു. അതിലൊരിക്കലും ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ, കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടെൻഷനിലാണ് എന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഒരു വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഡയറക്ടർ ഷിജു അരി സാറിന്റെ ഒരു വർക്ക് ഞാൻ ചെയ്തു. അതിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ എനിക്ക് വേറെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. ഒരു നല്ല വേഷമാണ്. അപ്പൊ അതിന്റെ ഒരു വെയിറ്റിംഗ് ടെൻഷനൊക്കെ അറിയാലോ, ലൈഫല്ലേ, നമ്മള് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാം വേണമല്ലോ, കാശും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായി. ഈ സൈനസിന്റെ പ്രോബ്ലം ഉണ്ടായി. പിന്നെ കുറച്ചധികം എന്റെ വേര് എനിക്ക് ആ സമയത്ത് കൊള്ളേണ്ടി വന്നു. ഞാൻ അധികം വേരിനെ കൊള്ളാൻ പാടില്ല. എന്റെ അത്രയും എനിക്ക് ഒരു 70% മുഖം ഓക്കെ വന്നു. ഇപ്പൊ ഒരു ചെറിയ വേരിന്റെ പ്രശ്നമാണ് ഫേസ് ഉണ്ടായത്. പിന്നെ എന്നെ ഈ അടുത്തൊരു മന്ത്രിനെ വെച്ച് ചേട്ടന്റെ ഫേസ് കുഴപ്പമില്ലല്ലോ, കാരണം നമുക്ക് എല്ലാവരെയും പോയി ബോധിപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കെ.
ആ സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ കണ്ടാൽ എനിക്ക് വിഷമമുണ്ടായത്. എന്ത് അതെ. വല്ലാത്തൊരു അവസ്ഥ എനിക്കുണ്ട്, സത്യമാണ് പറഞ്ഞത്. ഈ തെറ്റിദ്ധരിച്ച ആളുകളോട് എന്താ പറയാനുള്ളത്? കാരണം ഇന്നും പലരുടെയും വിചാരം മദ്യപാനം കാരണമാണ് കരള് പോയത്. ഒന്ന് വിശദീകരിക്കാവോ? ഇല്ല, തെറ്റിദ്ധരിച്ച ആൾക്കാരോട് ഒന്നും പറയാനില്ല. എന്നെ അറിയാവുന്നവർ എന്നെ നേരിട്ടെടുത്ത് അജിൻ എന്നെയൊക്കെ വിളിച്ചതുപോലെ, അല്ലെങ്കിൽ എന്റെ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, എന്റെ ഒപ്പം വർക്ക് ചെയ്ത ഈ അലർജി ഉണ്ടായ സമയത്ത് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചില ആർട്ടിസ്റ്റുകൾ, അവരാണ് എന്നെ വിളിച്ച് ഏറ്റവും കൂടുതലും ഇത് വലിയൊരു സംഭവമായിട്ടൊക്കെ പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അവർക്കറിയാം, അവർക്ക് അത്രയും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് കമന്റ് ചെയ്യും, ഞങ്ങളോട് വർക്ക് ചെയ്യുമ്പോൾ അലർജി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇവരാരും ചെയ്തില്ല. അതോടൊപ്പം വരുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ് സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാറില്ല. ഏത് മക്കളെയാണ്? മനസ്സിലായില്ല. അതായത് സ്വന്തം മക്കളെ എന്റെ മകനെ അവരുടെ അമ്മയെ ഞാനും അവര് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ഞാൻ പലതും പറയാതെ പലതും കേട്ടിട്ട് പോയി മിണ്ടാതെ എത്രയോ കാര്യം ഞാൻ അതിനറിയാൻ പറ്റും. അത് എത്രയോ വട്ടം എന്നെ ഇന്റർവ്യൂ വിളിച്ചു. അല്ല, ആദിത്യൻ ചേരൻ പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഇത്രമേൽ അനുഭവിച്ചു, എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? അല്ല, തുറന്ന് ആരെങ്കിലും പേടിച്ചിട്ടാണോ? പേടിയല്ല. നമുക്ക് ഓരോ ദിവസം നമ്മൾ പോകുന്നത്, നമ്മളെ ഞാനിപ്പം അവരെ കുറിച്ച് ആരെങ്കിലും ഒരു കുറിച്ച് പറഞ്ഞാൽ അത് പറഞ്ഞാൽ എന്റെ ഒരു കേസ് വരും. അവർക്ക് എന്നെ കുറിച്ച് പറയാം. അങ്ങനെ ഇപ്പൊ കോടതിയിൽ ചെന്നാലും നമുക്കവിടെ വോയിസ് ഒന്നുമില്ല. നമ്മൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഞാൻ കൃത്യമായിട്ട് എന്റെ മകൻ എന്റെ കൂടെ ഉള്ള സമയത്ത് എന്റെ മകനെയും വേറെ കുട്ടിയെയും ഞാൻ നന്നായി നോക്കിയ അച്ഛനാണ് ഞാൻ. അത് കഴിഞ്ഞും ഞാൻ ഈ കഴിഞ്ഞ നാളുകൾ വരെ കോടതി പറയുന്ന അനുസരിച്ച് ഞാൻ കൃത്യം പേയ്മെന്റ് എടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ പെൻഡിങ് വന്നിട്ടുണ്ട്. പക്ഷെ ആ പൈസ കൊടുക്കുന്നു എന്ന് പറയേണ്ടത് ആ കുട്ടിയുടെ അമ്മയാണ്. അല്ല ഞാൻ എനിക്ക് പറഞ്ഞത് എനിക്ക് ലീഗലി കോടതി കൊടുക്കുന്ന പേപ്പറിന്റെ ഇപ്പോൾ ഞാൻ അതിന് അയച്ചു തരാനാണെങ്കിൽ ഒന്നും കള്ളം പറയുന്നില്ല. ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടി എടുത്ത് എന്റെ തല വെക്കേണ്ട കാര്യം. കാരണം അവരുടെ ആദ്യത്തെ ഭർത്താവല്ല ഞാൻ. അവർ ഓൾറെഡി കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയ സ്ത്രീ, അതിന് കുട്ടിയുണ്ട്. ആ കുട്ടി ഉൾപ്പെടെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. ഇതെല്ലാം കൂടി എന്റെ തലയെ കൊണ്ടുവച്ച് 2 കുട്ടികളെ അനാഥമാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് ഉത്തരവാദിത്തമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നന്നായി നോക്കിയിരുന്നു. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോ അത് കഴിഞ്ഞിട്ടും എന്നിട്ടും എന്നെ ഇങ്ങനെ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ഉടനെ വരും. അത് കുറച്ച് ആൾക്കാരാണ്, കുറച്ച് ആൾക്കാർ മനഃപൂർവ്വം വന്ന് എന്നെ ആക്ഷേപിക്കുകയാണ്. അല്ല, ഇതില് ഏറ്റവും കൂടുതൽ വരുന്നൊരു ആരോപണം എന്ന് പറയുന്നത് ആദിത്യൻ ജയന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടി, കർമ്മയുണ്ട്. ശരിക്കും ഒരു വ്യക്തിയെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു ഭാഗം മാത്രം കേട്ട് മറ്റൊരാളെ ഇത്രമേൽ ആക്രമിക്കാൻ എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര്, ഞാൻ പറഞ്ഞു, ചില ആളുകൾ എന്നെ മാത്രമാണ്, എന്റെ തൊഴിലിനകത്ത് പോലും എന്നെ മാത്രം, ഞാൻ എത്രയോ നന്നായി അഭിനയിച്ച എത്രയോ മാന്യമായി വർക്ക് ചെയ്ത ഒരുപാട് കമ്പനി ഉണ്ട്. ആ കമ്പനിയിലെ ആളുകൾ പോലും ചില സമയത്ത് എന്നോട് കാണിക്കും സങ്കടം വരാറുണ്ട്. എന്റെ ഒപ്പം വർക്ക് ചെയ്ത പലരും ഇപ്പം നിങ്ങൾ കണ്ടു കാണും, അവർ കല്യാണം കഴിക്കുന്നു, ബന്ധം കഴിയുന്നു, വീണ്ടും കല്യാണം കഴിക്കുന്നു, അവര് പലതും കാണിക്കുന്നു, ഗർഭം ഉണ്ടാകുന്നു. ഇതൊക്കെ അതൊന്നും പ്രശ്നമില്ല. ഞാൻ അന്ന് എവിടെങ്കിലും പോയി നിരുന്നാൽ അത് പ്രശ്നമാണ്. എനിക്ക് ഒന്നിനുമില്ല, ഞാൻ ഒരു സ്ഥലത്ത് ഒതുങ്ങി പോവുകയാണ്. അല്ല, ഇത് ഇത്രമേൽ ശത്രുക്കൾ ആദിത്യൻ ജയൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് വരാൻ താൻ എന്ത് തെറ്റാ ചെയ്തത്? അതാണ് ചോദ്യം. അത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ലായിരിക്കും. എനിക്ക് അങ്ങനെ ശത്രുക്കൾ എന്നെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. ഞാൻ മാറുമ്പോൾ കുറ്റം പറയുന്നത് അവരുടെ കഴിവില്ലായ്മയാണ്. എന്നോട് നേർക്ക് നേരെ പറയുന്നവരാണ് എനിക്കിഷ്ടം. അല്ല, ഞാൻ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിനെ. ആ സ്ട്രഗിൾ ചെയ്യാൻ കാരണം ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ വിഷമമുണ്ട്. അതിനെല്ലാം വ്യക്തമായ കാരണമുണ്ട്. അത് ഇനി പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ അതെല്ലാം കഴിഞ്ഞു. പക്ഷെ ചില ആളുകൾ ഈ അടുത്ത കാലത്ത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല, അടുത്ത കാലത്ത് എന്റെ പേര് എന്റെ അച്ഛനും അമ്മയുടെ പേര് ജയൻ എന്നാണ്. ജയൻ സോമനാഥൻ എന്നാണ് എന്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും. എന്റെ പേര് പോലും എന്റെതല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ എന്ത് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റില്ല. സത്യമായിട്ടും എനിക്ക് എത്രയോ പേര് വിളിച്ചപ്പെടുന്നത് ഞാൻ പോകാത്ത കാര്യം. എനിക്ക് എല്ലാത്തിനും പോയി എനിക്ക് എന്തെല്ലാം ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഒരു വലിയ പ്രോജക്റ്റാണ്, ചെറിയ പ്രോജക്റ്റ് അല്ല, ഒരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. അല്ല, തീർച്ചയായിട്ടും തിരിച്ചൊരു വരവ് വരാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. കാരണം ഒരു കാലത്ത് സീരിയലിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി മനസ്സിന്റെ അല്ലെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയൊരു വ്യക്തി തന്നെയാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ വ്യക്തിയെ കാണാൻ പോലുമില്ല. അപ്പോൾ വരുന്ന ആരോപണങ്ങളാണ് മുങ്ങിക്കളഞ്ഞു, പിള്ളേരെ നോക്കാതെ മറ്റു സ്ത്രീയുമായി മുന്നോട്ട് പോകുന്നു. പറയുന്ന ആൾക്കാരും എന്റെ ഒപ്പം ജീവിക്കുന്ന ആൾക്കാരല്ല. ഇവർക്കാർക്കും നമ്മളിപ്പം അവരുടെ ചെലവിൽ അവര് റീചാർജ് ചെയ്യുന്ന മൊബൈലിനകത്ത് അവർ എന്തൊക്കെയോ ചെയ്യും. നമുക്ക് അതിന് പുറകെ പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ശരീരത്തെ ബാധിക്കാത്ത ഒന്നിനും ഞാൻ പ്രതികരിക്കാറില്ല. ഇപ്പം
ഞാൻ ഒന്നും ശ്രദ്ധിക്കാത്തത് എനിക്ക് ഏറ്റവും വിഷമം എന്റെ ഫീൽഡിനകത്തുള്ള ആൾക്കാർ, അത് കുറച്ച് ആൾക്കാർ പർപ്പസ്ഫുള്ളി ചില ഭാഗങ്ങൾക്ക് അവർക്കൊപ്പം നിന്നുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ഇല്ലെന്നും പറയാൻ പറ്റില്ല, ഉള്ളത് തന്നെ പറയണം. അല്ല, സജീവമായി സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു സമയത്ത് പൂർണ്ണമായി മാറ്റപ്പെടുന്നു. അതിന്റെ റീസൺ എന്താണ്? കാരണം ഇപ്പോൾ ഒരുപാട് സീരിയൽ വരുന്നു, ഒരുപാട് അഭിനയിക്കുന്ന ആളുകൾ വരുന്നു. ഒരു സമയത്ത് അത്രമേൽ അഭിനയിച്ച ഒരു വ്യക്തിയെ പൂർണ്ണമായി മാറ്റുന്നു. എന്താണ് അതിനുള്ള കാരണം? എനിക്കറിയില്ല. ഞാനിപ്പോൾ 2022 21 എനിക്ക് ഇഷ്യൂ ഉണ്ടാവുകയും അത് ഞാനായിട്ടാണ് 3 പ്രോജക്റ്റ് ഞാനായിട്ട് മാറും. എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് മാറി. 22 എന്നെ തിരിച്ചു കൊണ്ടുവന്ന മലയാളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഗ്രീൻ TV, രമാദേവി മേഡോളെ തിരിച്ചു കൊണ്ടുവന്നത്. എനിക്ക് നല്ലൊരു വേഷമായിരുന്നു, നല്ല വെച്ചാൽ വലിയ വേഷമായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞ് 5 സീസണോളം ചെയ്തു. ഞാൻ ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തിനൊത്ത് വർക്ക് വരാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടിൽ വേറെയാണ്. ഇത് ആര് ചെയ്താലും അവർക്ക് നല്ലത് വരട്ടെ, അത്രേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്നാലും ഇനിയും ആളുകളോടൊന്ന് പറയുവാനുള്ളത്, എനിക്ക് തോന്നുന്നത് ആരോപണങ്ങൾ എന്തുമാകാം, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പിന്നെയും ആരോപണം ഉന്നയിക്കലല്ലേ? അത് എനിക്ക് ഏറ്റവും സങ്കടം വെച്ചാല്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും പല സ്ഥലത്തുനിന്നും ഞാൻ മറിച്ചും തിരിച്ചുമാണ് പലവട്ടം കോടതിയിൽ പൈസ അടച്ചുകൊണ്ടിരുന്നത്. അത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല. അവരുടെ ആദ്യത്തെ കുട്ടിക്ക് ആദ്യ ഭർത്താവ് കൊടുത്തുകൊണ്ടിരുന്ന കാശ് വെച്ചാൽ നിസ്സാരമായ എമൗണ്ടാണ്. പക്ഷെ ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ചെറുതല്ല. അവരുടെ ഭാഗത്തു നിന്നാണ്, അവരുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മോശമായി. എനിക്കറിയാതൊക്കെ അവർക്ക് പറയാം എന്റെ കുട്ടിക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പിന്നെ ജോലി ഇല്ലാത്ത ഞാൻ ജോലി ഇല്ലാത്ത സമയത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് പറ്റാത്ത സമയങ്ങളിൽ പോലും ഞാൻ എന്താ പറയുക, ഉപദ്രവങ്ങളുണ്ട്. നമുക്ക് എല്ലാം പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. ഈ കോടതി നടക്കുന്ന കേസാണ്. പിന്നെ ഇപ്പൊ പറയുന്നത് ഇത് ഒരുപാടായി. ഇത് ലൊക്കേഷനുകളിൽ നിന്നൊക്കെ എനിക്ക് കോൾ എന്ന് പറയും, നിങ്ങൾ എന്താണ് മകന് കാശ്? ഇത് ഞാൻ അവസാനം പേപ്പർ അയച്ചു കൊടുക്കും. ഇത് കണ്ടു അപ്പോ കാശ് കൊടുക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ട് ആവുന്ന ചെയ്യുന്നുണ്ട്. അത് നിരന്തരമായി ഓരോ വ്യക്തികളെ ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ജീവിതമായിട്ട് മാറിക്കഴിഞ്ഞല്ലേ? നിരന്തരമായിട്ട് ബോധിപ്പിക്കുകയാണ്. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എങ്കിൽ പോലും ചില സമയം ഇവിടെ നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഫീൽഡില് ഇതിനപ്പുറം കാണിക്കുന്ന ആൾക്കാർ സുഖമായി റീൽസ് ഇട്ട് ജീവിക്കുക. അവർക്ക് ഒരു പ്രശ്നമില്ല. എന്നെ മാത്രം ചില ആളുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ പേരിനെ എന്തിനേയും എന്നെ ഞാൻ 3 വയസ്സിൽ എന്റെ കുടുംബ വീട് വിറ്റെന്ന് പറഞ്ഞു ഒരാള്. 3 വയസ്സേ എനിക്ക് അന്നുള്ളൂ. അമ്മൂമ്മയുടെ മരണശേഷമാണ് ആ വീട് വിൽക്കണം എന്ന തീരുമാനം ഉണ്ടായി. എനിക്കന്ന് 3 വയസ്സേ ഉള്ളൂ. അന്ന് അത് ഞാൻ വിറ്റു എന്ന് പറഞ്ഞുണ്ടാക്കിയ ആൾക്കാർ ഈ അടുത്തേക്ക് അത് വാർത്ത വന്നാണ്. ഭയങ്കര വലിയ ന്യൂസ് ഒക്കെ ആയിരുന്നു. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയാൻ പറ്റും? എല്ലാത്തിനും പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ ഇപ്പൊ സംസാരിച്ചില്ലേ, ഇതിനടിയിലും വെറും മോശമായിട്ടുള്ള കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് വേണം പറയാനുള്ളത്? ഞാൻ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എനിക്ക് കിഡ്നി പോയി, ലിവർ പോയി, ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ വിളിച്ചു. തന്നെ അത് എനിക്ക് സന്തോഷമായി. കുറെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു എന്തൊരു പ്രശ്നം ഉണ്ടോ ചോദിച്ചു. വേറെ ഒന്നുമില്ല. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. കുറച്ച് വിഷമങ്ങൾ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഒന്നേ പറയാനുള്ള, ഈ സമയവും കടന്നു പോകും. ഏതായാലും ഒരുപാട് സന്തോഷം കേട്ടോ, വിളിച്ചതിൽ, എടുക്കാൻ പറ്റിയതിൽ. വരുന്ന എല്ലാ പ്രൊജക്ടുകളും നല്ലൊരു ഗംഭീരമായ ഒരു വരവായിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഞങ്ങളിപ്പം പ്രാർത്ഥിക്കുന്നതും ഞാനിപ്പോ ചെയ്യുന്ന ശുചി വരുന്ന സീരിയല് എനിക്ക് തോന്നുന്നത് ഗംഭീര പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് ഗംഭീരമാകട്ടെ. ഒരുപാട് പേര് അത് അഭിനയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് പെട്ടെന്ന് ടെലികാസ്റ്റിംഗ് ആവും. ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ആ തിരിച്ചുവരവിന് ഞങ്ങളും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. ഓക്കെ, സന്തോഷം. ആദിത്യൻ നമ്മൾ വിളിച്ചു. ആദിത്യൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു കമൻറ്റ് എഴുതുമ്പോഴും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു വ്യക്തിയെപ്പറ്റി ആരോപണം ഉന്നയിക്കുമ്പോഴും എന്താണ് സത്യമെന്ന് ആ വ്യക്തിയെ വിളിച്ച് ചോദിക്കാൻ ഒരു മാന്യത അല്ലെങ്കിൽ ആ ഒരു മര്യാദയിൽ നമ്മൾ കാണിക്കണം. കാരണം വേറെ ഒന്നുമല്ല, നാളെ ഈ പറയുന്ന നമ്മളെപ്പറ്റിയും നിങ്ങളെപ്പറ്റിയും ഒക്കെ ആണെങ്കിൽ ഒരു ആരോപണം വരുമ്പോഴും നമ്മളൊന്ന് ആഗ്രഹിക്കും, നമ്മുടെ ഭാഗം കേൾക്കാൻ ആരുമില്ലേ, തുല്യരാണ് എല്ലാവരും, ആണും പെണ്ണും ഒരുപോലെയാണ്. ഒരിക്കലും അല്ല കേട്ടോ. ഇപ്പോൾ കുറച്ചും ആദിത്യൻ പറഞ്ഞതുപോലെ ഒരു കോടതിയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും എപ്പോഴും മുൻതൂക്കം ഒരു സ്ത്രീക്കായിരിക്കും. എന്തായാലും ആദിത്യൻ്റെ ഭാഗം നമ്മൾ കേട്ടു. ഇനിയും നിങ്ങൾ വിലയിരുത്തുക. എന്തായാലും താങ്ക് യു.